നമസ്കാരം. റിപ്പോർട്ട് എഴുതുന്നതിനെപ്പറ്റി, പ്രത്യേകിച്ചൊരു സംഭവം എങ്ങനെ നന്നായിട്ട് റിപ്പോർട്ട് ചെയ്യാമെന്ന് നമുക്കിന്ന് കുറച്ചുകൂടി ആഴത്തിൽ സംസാരിക്കാം. വിവരങ്ങളെ ഒരു ചിട്ടയോടെ അവതരിപ്പിക്കുക, അതാണല്ലോ ലക്ഷ്യമല്ലേ? അതെ, അതുതന്നെ. റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ അതൊരു കൃത്യമായ, വസ്തുനിഷ്ഠമായ ഒരു അവതരണമാണ്. നമ്മൾ കാണുന്നതും കേൾക്കുന്നതുമൊക്കെ നമ്മുടെ ഇഷ്ടങ്ങളൊന്നും അതിൽ വരാതെ അങ്ങനെ അവതരിപ്പിക്കണം. അതിന്റെ ഉദ്ദേശമെന്ന് പറയുന്നത് വിവരങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണോ? അതെ, വിവരങ്ങൾ കൊടുക്കുക, ചിലപ്പോൾ ഒരു അന്വേഷണത്തിന്റെ ഫലം അറിയിക്കുക, അല്ലെങ്കിൽ ഒരു സംഭവം, ഒരു അനുഭവം രേഖപ്പെടുത്തുക. ഇതൊക്കെയാവാം. നമ്മുടെ അഭിപ്രായങ്ങൾ വേണമെങ്കിൽ ചേർക്കാം, പക്ഷെ അതിന് നല്ല തെളിവുകൾ വേണം, വസ്തുതകൾ വെച്ച് പറയണം. ശരിയാണ്. ഒരുപാട് തരം റിപ്പോർട്ടുകളുണ്ടല്ലോ. വാർത്തകൾ, പിന്നെ ഈ സയന്റിഫിക് റിപ്പോർട്ടുകൾ, സർവേകൾ, ബിസിനസ് റിപ്പോർട്ടുകൾ, അങ്ങനെ. പക്ഷേ നിങ്ങളുടെ ഈ വിവരങ്ങൾ നോക്കുമ്പോൾ നമ്മളൊരു പ്രത്യേക സംഭവത്തെക്കുറിച്ച്, ചിലപ്പോൾ ഒരു അപകടം പോലുള്ളവ, അതെങ്ങനെ റിപ്പോർട്ട് ചെയ്യാമെന്നതിലാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്ന് തോന്നുന്നു. അതെ, അതിലേക്കാണ് നമ്മൾ വരുന്നത്. അപ്പോൾ അതിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു നല്ല റിപ്പോർട്ട് ഉണ്ടാക്കാൻ എന്തൊക്കെയാണ് ബേസിക്കായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ, അതിന്റെ ഒരു സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ്? നോക്കൂ, ഏറ്റവും പ്രധാനം നല്ലൊരു പ്ലാനിംഗ് ആണ്. എന്ത് വിവരം കൊടുക്കണം, എന്താണ് നമ്മുടെ ലക്ഷ്യം, ഇത് ആർക്കു വേണ്ടിയാണ് നമ്മൾ എഴുതുന്നത്, ഈ ചോദ്യങ്ങൾക്കെല്ലാം ഒരു ഉത്തരം വേണം ആദ്യം. ഓക്കെ, പ്ലാനിംഗ് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് വിവരങ്ങൾ ശേഖരിക്കലാണ്. പലയിടത്തുനിന്നും വിവരങ്ങൾ എടുക്കണം, നല്ല നോട്ടുകൾ ഉണ്ടാക്കണം. ഓർമ്മ വെച്ച് മാത്രം എഴുതുന്നത് അത് പലപ്പോഴും പ്രശ്നമാവാം. ശരിയാണ്. അപ്പോൾ വിവരങ്ങളൊക്കെ കിട്ടി, ഇനി അതിനൊരു ഓർഡർ കൊടുക്കണ്ടേ? ഒരു രൂപരേഖ, അല്ലെങ്കിൽ എല്ലാം കൂടി ഒരു അവിയൽ പരുവാവില്ലേ? തീർച്ചയായും. അവിടെയാണ് ഈ രൂപരേഖയുടെ പ്രാധാന്യം. ഒരു സ്ട്രക്ചർ ഉണ്ടെങ്കിൽ കാര്യങ്ങൾ എളുപ്പമായി. സാധാരണയായി ഒരു ആമുഖം വേണം. വിഷയമെന്താണ്, ലക്ഷ്യമെന്താണ് എന്നൊക്കെ തുടക്കത്തിൽ പറയണം. ആമുഖം കഴിഞ്ഞ പിന്നെ മെയിൻ ഭാഗമല്ലേ? അതെ, പ്രധാന ഭാഗം. അവിടെയാണ് എല്ലാ ഡീറ്റെയിൽസും വരുന്നത്. കണക്കുകൾ, പട്ടികകൾ, നമ്മുടെ കണ്ടെത്തലുകൾ എല്ലാം. പിന്നെ അവസാനം ഒരു ഉപസംഹാരം, നമ്മുടെ നിരീക്ഷണങ്ങൾ, ചിലപ്പോൾ എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ അതൊക്കെ അവിടെ ചേർക്കാം. ഭാഷയുടെ കാര്യത്തിലും ശ്രദ്ധിക്കണമല്ലോ. അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിരിക്കണം, എന്നാൽ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആവാനും പാടില്ല. വളരെ ശരിയാണ്. വ്യക്തത വേണം. വായിക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകരുത്. പിന്നെ ലാളിത്യം, ചെറിയ വാക്യങ്ങൾ മതി. ആവശ്യമില്ലാത്ത വാക്കുകളൊക്കെ ഒഴിവാക്കാം. ഈ ടെക്നിക്കൽ വാക്കുകൾ, അതായത് ജാർഗൺ, അത് ശ്രദ്ധിക്കണം. സാധാരണ ആളുകൾക്ക് വായിക്കാനാണെങ്കിൽ അത്തരം വാക്കുകൾ പരമാവധി ഒഴിവാക്കുന്നതാണ് നല്ലത്. എല്ലാവർക്കും മനസ്സിലാവുന്ന ഭാഷ ഉപയോഗിക്കാം. പിന്നെ ആവർത്തനവും ഒഴിവാക്കണം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഈ സംഭവ റിപ്പോർട്ടുകളിലേക്ക് വരാം. പ്രത്യേകിച്ച് ഈ അപകട റിപ്പോർട്ടുകൾ. നിങ്ങൾ തന്ന ആ ഡൽഹിയിലെ അൻസാൽ ഭവൻ തീപിടുത്തത്തിന്റെ റിപ്പോർട്ട് നല്ലൊരു ഉദാഹരണമാണ്. ഇത്തരം റിപ്പോർട്ടുകൾക്ക് എന്താണ് ഇത്ര പ്രാധാന്യം? അപകട റിപ്പോർട്ടുകൾ ശരിക്കും വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്ന്, ഭാവിയിൽ ഇതുപോലെ വീണ്ടും ഉണ്ടാവാതിരിക്കാൻ ഇത് സഹായിക്കും. എന്താണ് കാരണമെന്ന് കണ്ടുപിടിച്ച് പരിഹാരം നിർദ്ദേശിക്കാൻ പറ്റും. ശരി. പിന്നെ ഈ നിയമപരമായ കാര്യങ്ങൾ, ഇൻഷുറൻസ് ക്ലെയിമുകൾ, ഇതിനൊക്കെ ഈ റിപ്പോർട്ട് ഒരു പ്രധാന ഡോക്യുമെന്റാണ്. അതുകൊണ്ട് തന്നെ അത് വളരെ കൃത്യമായിരിക്കണം, വസ്തുനിഷ്ഠമായിരിക്കണം. പിന്നെ പറ്റുമെങ്കിൽ വേഗത്തിൽ തയ്യാറാക്കുകയും വേണം. ആ റിപ്പോർട്ടിൽ പറയുന്നത് രാവിലെ 10:45-ന് 5-ാം നിലയിലാണ് തീ കണ്ടത്, പിന്നെ അത് മുകളിലേക്ക് പടർന്നു, ഏകദേശം 300 പേരോളം ടെറസിൽ കുടുങ്ങിയെന്നൊക്കെയാണ്. അപ്പോൾ ഒരു അപകട റിപ്പോർട്ടിൽ എന്തൊക്കെ വിവരങ്ങളാണ് മിനിമം വേണ്ടത്? കൃത്യമായ സമയം, തീയതി, സ്ഥലം, ഇത് നിർബന്ധമാണ്. പിന്നെ എന്താണ് സംഭവിച്ചത് എന്നതിൻ്റെ ഒരു വ്യക്തമായ വിവരണം. ആരെങ്കിലും സാക്ഷികളുണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റ് വിവരസ്രോതസ്സുകൾ, അതൊക്കെ രേഖപ്പെടുത്തണം. കാരണത്തെക്കുറിച്ച് അറിയാമെങ്കിൽ അതും. അതെ, കാരണം അറിയാമെങ്കിൽ അത് ചേർക്കണം. നാശനഷ്ടങ്ങൾ എത്രത്തോളമുണ്ട്, ആളപായമുണ്ടെങ്കിൽ അതിൻ്റെ വിവരങ്ങൾ, പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഭാവിയിൽ ഇത് തടയാൻ വല്ല നിർദ്ദേശങ്ങളുമുണ്ടെങ്കിൽ അതും. അൻസാൽ ഭവൻ കേസില് രക്ഷാപ്രവർത്തനത്തെപ്പറ്റിയും വിശദമായി പറയുന്നുണ്ട് അല്ലേ? ഡൽഹി ഫയർ സർവീസ്, എയർപോർട്ട് അതോറിറ്റി, ആർമി, നേവി എല്ലാവരും എത്തി. ഹെലികോപ്റ്റർ ഉപയോഗിക്കാൻ നോക്കിയത് തീ കൂട്ടിയ കാര്യവും, തൊട്ടടുത്ത കെട്ടിടത്തിലെ തൊഴിലാളികൾ കയറും മറ്റും ഉപയോഗിച്ച് ഒരു നടപ്പാലമുണ്ടാക്കി ആളുകളെ രക്ഷിച്ചതും, അതൊക്കെ റിപ്പോർട്ടിലുണ്ട്. അത്തരം വിശദാംശങ്ങൾ പ്രധാനമാണ്.
റിപ്പോർട്ടിൽ അപകടകാരണമായി പറയുന്നത് ഷോർട്ട് സർക്യൂട്ടാണ്. അതോടൊപ്പം തന്നെ സുരക്ഷാ വീഴ്ചകളും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതെ, അവിടെ ആവശ്യത്തിന് ഫയർ എക്യുപ്മെന്റ്സ് ഇല്ലായിരുന്നു എന്നൊക്കെ പറയുന്നു. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് പിന്നീട് മറ്റു കെട്ടിട ഉടമകൾക്ക് സുരക്ഷാ കാര്യങ്ങളിൽ നോട്ടീസ് കൊടുക്കാൻ അധികാരികൾ തീരുമാനിച്ചത്. കണ്ടില്ലേ, ഒരു റിപ്പോർട്ടിന് എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുമെന്ന്. അപ്പോ നമ്മൾ ഇത്രയും സംസാരിച്ചതിൽ നിന്ന് മനസ്സിലാവുന്നത്, ഒരു നല്ല റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അത് നന്നായി പ്ലാൻ ചെയ്ത് കൃത്യമായ വിവരങ്ങൾ വെച്ച് വ്യക്തവും ലളിതവുമായ ഭാഷയിൽ ഒരു പ്രത്യേക ലക്ഷ്യത്തോടെ തയ്യാറാക്കുന്ന ഒന്നാണ്. വസ്തുനിഷ്ഠത വളരെ പ്രധാനമാണ്. കൃത്യമായി പറഞ്ഞു. പ്രത്യേകിച്ച് അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഓരോ വാക്കും ഓരോ വിവരവും സൂക്ഷിച്ചു വേണം കൈകാര്യം ചെയ്യാൻ. കാരണം അതിലെ വിവരങ്ങൾ ഒരുപാട് തീരുമാനങ്ങളെ സ്വാധീനിക്കും. ശരിയാണ്. അപ്പോൾ ഈ ചർച്ച കേൾക്കുന്ന നിങ്ങൾക്ക് ഇനി ചിന്തിക്കാൻ ഒരു കാര്യം തരാം. ഒരു റിപ്പോർട്ടിന്റെ ഘടന, അതിലെ വസ്തുതകൾക്ക് കൊടുക്കേണ്ട പ്രാധാന്യം, ഇതൊക്കെ മനസ്സിലാക്കുന്നത് നമ്മൾ ദിവസവും കാണുന്ന വാർത്തകളെയും മറ്റു വിവരങ്ങളെയും ഒക്കെ കൂടുതൽ ശ്രദ്ധയോടെ കുറച്ചുകൂടി ക്രിട്ടിക്കലായിട്ട് സമീപിക്കാൻ എങ്ങനെ സഹായിക്കും? ഈ ഡൽഹിയിലെ തീപിടുത്തം പോലുള്ള സംഭവങ്ങളുടെ റിപ്പോർട്ടുകൾ വായിക്കുമ്പോൾ അതിലെ വസ്തുതകളും അഭിപ്രായങ്ങളും വേർതിരിച്ചറിയുന്നത് ആ വിവരങ്ങളെ ശരിയായി മനസ്സിലാക്കാൻ നിങ്ങളെ സഹായിക്കില്ലേ? ഒന്ന് ആലോചിച്ചു നോക്കൂ.